Welcome to Reporter Kerala Soccer Saga. Vamos Argentina. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, കായിക പ്രേമികൾക്ക്, ഫുട്ബോൾ പ്രേമികൾക്ക്, അർജന്റീന മെസ്സി ആരാധകർക്ക്, ഫുട്ബോളിനെ മതവിശ്വാസമായി കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കായിക പ്രേമികൾക്കും ആ സന്തോഷ വാർത്ത ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ആ മാന്ത്രിക പാതുകം കേരളം തൊടാൻ പോവുകയാണ്. വിശ്വവിജയികൾ ഇതാ കേരളത്തിലേക്ക് എത്താൻ പോകുന്നു നവംബർ മാസത്തിൽ. പ്രിയപ്പെട്ടവരെ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. നമുക്കൊപ്പം ഇപ്പോൾ റിപ്പോർട്ടറിന്റെ സ്പോർട്സ് ഡെസ്കിൽ നിന്നുള്ള മുഹമ്മദ് ഷഫീഖ്, ഹാരിസ് നെന്മാറ, ജയേഷ് പൂക്കോട്ടൂർ, ഒപ്പം നമ്മളുടെ വിനേഷ് കുഞ്ഞിരാമൻ, അനൂപ് ഷൺമുഖം എന്നിവരാണ്. അപ്പോൾ അങ്ങനെ വരികയാണ്. നെന്മാറയിലെ വേലയില്ലേ? ആ നെന്മാറ വേലയൊന്നും അല്ല, ഇനി അങ്ങോട്ട് കാലിവീട്ടൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് വേല അല്ലേ? ഹാരിസ് നെന്മാറ, യെസ്, എങ്ങനെ തോന്നുന്നു? പിന്നെ ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് ആണിത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വേർ ഈസ് മെസ്സി എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ ഈ ഖത്തർ ലോകകപ്പിൽ കേട്ടിരുന്നു. ഈ സൗദിക്കെതിരെയുള്ള പരാജയത്തിന് ശേഷം ഈ ലുസൈൽ സ്റ്റേഡിയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ കുറേ ചോദ്യങ്ങൾ വേർ ഈസ് മെസ്സി, വേർ ഈസ് മെസ്സി എന്ന്. ഇതേ മനുഷ്യരെ ഒരുമിച്ച് നിർത്തിയിട്ട് ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഡിസംബർ 18 മെസ്സി മറുപടി കൊടുക്കുന്നത് എന്താണ്? മെസ്സി ഈസ് ഹിയർ. അപ്പോൾ കാത്തിരിപ്പിന്റെ സുഖം എന്താണ് എന്ന് അർജന്റീന ആരാധകരൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതേ കാത്തിരിപ്പുകൾ അവസാനിക്കുന്നു, മെസ്സി എത്തുന്നു എന്നുള്ളതാണ് വലിയ ആവേശം. ഓക്കെ ഷഫീഖെ, അതായത് ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിക്കും. നമ്മൾ സിനിമ ഡയലോഗിൽ ഞാൻ ഷഫീഖിനെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താം. ഷഫീഖ് പ്രേക്ഷകരെ സൂപ്പർ ഹിറ്റായ മലയാളത്തിലെ സിനിമയുണ്ടല്ലോ, എന്താണ് മറ്റേ ആക്ഷൻ ഹീറോ ബിജു. ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയാണ് അദ്ദേഹം. അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും മികച്ച സ്പോർട്സ് ജേർണലിസ്റ്റുള്ള ആളാണ് നമ്മുടെ മുഹമ്മദ് ഷഫീഖ്. മുഹമ്മദ് ഷഫീഖ്, ഈ സിനിമയിലെ ഡയലോഗാണ് നമ്മളെ ട്രോളാൻ വേണ്ടി പലരും ഉപയോഗിച്ചത്. മെസ്സി ചതിച്ചാശാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? ചതിക്കില്ലെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. ചതിക്കില്ല മെസ്സി അല്ലേ? മനസ്സിലായി. പിന്നെയുള്ളത് നമ്മുടെ ഇപ്പോൾ മെസ്സി വരുന്നെന്ന് പറയുമ്പോൾ മുമ്പ് മറഡോണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു വരവാണിത്. കാരണം മെസ്സി ഒരു ലോക ചാമ്പ്യനായിട്ടാണ് ഇവിടെ വരുന്നത്. മാത്രമല്ല മെസ്സി വരുന്നതിന് ശേഷം ഈ കേരളത്തിൻ്റെ കായിക ചരിത്രം മെസ്സി വന്നതിന് ശേഷവും മെസ്സി വന്നതിന് മുമ്പും എന്നൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും ഒരു സ്റ്റാർ പരിവേഷത്തോടുകൂടിയാണ് അദ്ദേഹം വരുന്നത്. മുമ്പ് 2014 അർജന്റീനയിൽ മെസ്സി എന്നുള്ളൊരു പേര് അവിടുത്തെ കുട്ടികൾക്ക് ഇടുന്നത്, ഈ റൊസാരിയോ ഉൾപ്പെടുന്ന പ്രവിശ്യയിലെ കുട്ടികൾക്ക് ഇടുന്നത് അവിടുത്തെ ആ ഒരു പ്രവിശ്യ ഗവർണർ നിർത്തലാക്കിയിരുന്നു. അതായത് അവിടെയുള്ള എല്ലാവരുടെയും പേര് മെസ്സി, പലരുടെയും പേരിന്റെ അവസാനം മെസ്സി 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 എന്ന് വരികയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ മെസ്സി എന്ന് പേരിടുന്നത് അവിടുത്തെ സർക്കാർ റൊസാരിയോയുടെ അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മെസ്സി കേരളത്തിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ആളുകൾ മെസ്സി എന്നുള്ള പേരിടാനുള്ള സാധ്യത ഉണ്ടോ? സച്ചിൻ എന്ന പേരൊക്കെ ഇട്ടതുപോലെ ഒരു കാലത്ത് അല്ലേ? സച്ചിൻ എന്ന പേര് കേൾക്കുന്ന സമയത്ത് അല്ലേ, സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ ലെജൻഡുകൾ പലപ്പോഴും ഫുട്ബോളിൽ നിന്നായിരുന്നില്ല എന്നുള്ളതാണ്. ക്രിക്കറ്റായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ദൈവം. നമ്മൾ ഹോക്കിയാണ് നാഷണൽ ഗെയിം, എന്നാൽ പോലും ക്രിക്കറ്റിന് കിട്ടിയ പോലെ പ്രാധാന്യം മറ്റൊരു ഗെയിമിനും കിട്ടിയിരുന്നത്. അടുത്ത കാലത്താണ് ഫുട്ബോൾ ആ രീതിയിൽ വരുന്നത്. എന്നിട്ടും നമുക്ക് ആ രീതിയിൽ ഒരു പ്രചാരം കിട്ടുന്നില്ല. അത് വേറെ അർത്ഥത്തിൽ മറ്റൊരു കാര്യങ്ങളൊക്കെ വരും. അനൂപ് ഷൺമുഖം, എന്താണ് ഈ ഒരു ആവേശത്തിൽ പറയാനുള്ളത് പ്രേക്ഷകരോട്? എന്താ പറയുക, പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പോയ ആ വാർത്തയിൽ മുഴുവൻ ഹൃദയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു കാര്യം എന്താണെന്നത്. എത്രയോ തവണ മെസ്സിയുടെ ഓരോ മൊമെൻറ്റിനെയും ഓരോ ലോകകപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഹൃദയത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ് മെസ്സിയെക്കുറിച്ച് പറയാൻ. വിനേഷ് കുഞ്ഞിരാമൻ കൂടെ ചില വാചകങ്ങൾ എന്നെ ഞാൻ മറന്നുപോയ വാചകങ്ങൾ വിനേഷ് ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്താണ് മെസ്സിയുടെ പല ഭാവങ്ങളും രൂപങ്ങളും ഇമോഷൻസും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ കൺമുന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 13 വർഷം മുമ്പാണ് ഫുട്ബോളിൻ്റെ ദൈവം മറഡോണ തന്നെ കേരളത്തിലേക്ക് വന്നത്. ആ ഒരു നിമിഷം നമ്മുടെ കൺമുന്നിലുണ്ട്. അതേപോലെ ദൈവപുത്രനായ മിശിഹ ഇങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരെക്കാളും എന്തായാലും ഒരു 80s ഒരു തലമുറയാണ് ഞാൻ, 80 കിഡ്സാണ്. അപ്പോൾ നമ്മൾ കണ്ട് പരിചയിച്ച എന്തുകൊണ്ട് ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മൾ ആദ്യം കാണിച്ച ശ്രീ IM വിജയൻ. അദ്ദേഹത്തിൻ്റെ കളി കാത്തിരുന്ന ടെലിവിഷനിൽ അന്ന് ആഴ്ചയിൽ ഒരു ദിവസമാണ് കളിക്കളം എന്നുള്ളൊരു പ്രോഗ്രാം ദൂരദർശന് വരുന്നത്. ഫെഡറേഷൻ കപ്പൊക്കെ ജയിച്ച് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് അവധിയും കിട്ടും. അത് മാത്രമല്ല സന്തോഷം, നമുക്ക് എന്തോ ഒരു വലിയ സന്തോഷമാണ്. ഏതാണ്ട് അതേ കാര്യങ്ങളാണ് പിന്നങ്ങോട്ട് തുടർന്നത്. മെസ്സി എന്തുകൊണ്ട് വരുന്നു, എന്തിനു വരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊരു മറുപടി എന്താണെന്നുള്ളത് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു തലമുറയെ ഒന്നാകെ ഉത്തേജിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് അതായത് ഒരു ഫുട്ബോളിനെ വിട്ടേക്കും, നിങ്ങൾ ഒരു ചാമ്പ്യൻ എന്താണ്, ഒരു ജീവിതത്തിൽ എന്താണ് നിങ്ങളൊരു ചാമ്പ്യൻ ആകണമെങ്കിൽ അതായത് തോറ്റുപോയിടത്ത് നിന്ന് നിർത്തിപ്പോയിടത്ത് നിന്ന് ഒരു ലോകത്തെ ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹമാണ് ചാമ്പ്യൻ എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനാണ് ഈ വരാൻ എഴുതിത്തള്ളിയവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ലാസിക് എക്സാമ്പിളാണ് കേട്ടോ നമ്മുടെ ലയണൽ മെസ്സി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഷ്ടപ്പെട്ടാലും നെയ്മറെ ഇഷ്ടപ്പെട്ടാലും എംബാപ്പെ ഇഷ്ടപ്പെട്ടാലും മെസ്സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലാതിരിക്കാൻ ഒരു കാര്യമില്ലാത്തൊരു മനുഷ്യനല്ലേ അല്ലേ ഹാരിസ്? അല്ലേ? നിങ്ങൾ ഏത് ടീമിനെ എടുത്തോളൂ, ഏത് ക്ലബിനെ നിങ്ങൾ എടുത്തോളൂ. ഹാരിസ് അതിപുരാതന ബ്രസീലിയൻ ആരാധകൻ. പറ്റിയാളാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഏത് ബ്രസീലിയൻ ആരാധകനും മെസ്സി
ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ ഈ കാത്തിരിപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് അർജന്റീന ആരാധകർ ഒരുപാട് നമ്മൾ ട്രോൾ ചെയ്യെങ്കിലും മെസ്സിയുടെ കാത്തിരിപ്പ് അവസാനിക്കണം എന്ന് കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ ബ്രസീലിന്റെ പരാജയത്തോടുകൂടി ആഗ്രഹിച്ചൊരു മനുഷ്യരാണ് ഞാൻ. നമ്മളിങ്ങനെ സെമിയിൽ ഒരു ക്ലാസിക് സെമിയൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. പക്ഷേ ബ്രസീലിനെ പരാജയപ്പെടുത്തിയ ക്രൊയേഷ്യയെ സെമിയിൽ പിന്നെ അർജന്റീന നേരിടുന്നു, ക്രൊയേഷ്യയെ പരാജയപ്പെടുന്നു, പിന്നെ ഫ്രാൻസിനെ നിലംപരിശാക്കിയിട്ടാണ്. നിലംപരിശാക്കിയെന്ന് 80 മിനിറ്റ് വരെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ മൊമെന്റുകളൊക്കെ ലുസേൽ സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ടാണ് മലയാളികൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി മലയാളികളുടെ കൺമുന്നിൽ മെസ്സി എത്തുന്നു, ഒരു ഐതിഹാസികം ചരിത്ര മുഹൂർത്തം. നമ്മളുടെ ഈ ജേർണലിസ്റ്റുകളുടെ കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങൾ മനുഷ്യരെ ഇത്രത്തോളം സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന മനുഷ്യരുണ്ട്, ശരീരത്തിൽ ചാപ്പകുത്തുന്ന മനുഷ്യരുണ്ട്, ശരീരത്തിൽ ഈ പറയുന്ന ടാറ്റു എടുക്കുന്ന മനുഷ്യരുണ്ട്. ഞാനൊരു കൈ കാണിച്ചു തരാം. ജയേഷ് പൂക്കോട്ടൂരിന്റെ കൈകളിൽ നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെയുണ്ട് മെസ്സി. ഇതാ നോക്കൂ മെസ്സി. എന്താ എഴുതിയിരിക്കുന്നത്? ഇത് ലിവർപൂളിലെ യു വിൽ നെവർ വാക്ക് അലോൺ. മെസ്സി കൈ ഉയർത്തി നിൽക്കുന്നു. ഇത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. നോക്കൂ, ഇവിടെ കയ്യിൽ ഇങ്ങനെ പതിപ്പിച്ചു വെച്ചു. ഇത് എന്ന് പതിപ്പിച്ചതാ? 2016 കോപ്പ അമേരിക്ക പരാജയത്തിന് ശേഷം എല്ലാവരും മെസ്സിയെ കുറ്റപ്പെടുത്തി നിൽക്കുന്ന സമയത്ത്, മെസ്സിയെ ഒറ്റപ്പെടുത്തി നിൽക്കുന്ന സമയത്ത്, മെസ്സി ഒരു ഒറ്റമരക്കാടായി നിൽക്കുന്ന സമയത്താണ് പച്ച കുത്തുന്നത്. മെസ്സിക്ക് കൂടെയുണ്ട്. അതെ, തോറ്റു നിൽക്കുന്ന സമയത്ത് കയ്യിൽ ടാറ്റു അടിച്ച ആളാണ് ജയേഷ് പൂക്കോട്ട്. നോട്ട് ദ പോയിന്റ്. 2014 ഫൈനലിൽ, ലോകകപ്പ് ഫൈനലിൽ മെസ്സി പരാജയപ്പെടുന്നു. പിന്നീട് 2 കോപ്പ ഫൈനലുകൾ മെസ്സി പരാജയപ്പെടുന്നു. മെസ്സി നമുക്ക് ഓർമ്മയുണ്ട്, ആ ക്രോസ് ബാറിൽ ഇങ്ങനെ കൈ പിടിച്ച് മെസ്സി കരയുന്നു. അങ്ങനത്തെ ഒരു മൊമെന്റ് നമ്മൾ മുന്നേ കണ്ടിട്ടില്ല. മെസ്സി തല താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കരയുന്ന മീം വരെ എല്ലാവരും ട്രോളായിട്ട് ഉപയോഗിക്കും. ഒരാൾ കരയുന്നതൊക്കെ എങ്ങനെയാണ് ട്രോളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹം വിഷമം കൊണ്ട് ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ്. പിന്നീട് ആ സമയത്താണ് ടാറ്റു കുത്തുന്നത്. നമുക്ക് ഉറപ്പായിരുന്നു മെസ്സി എങ്ങനെയും തിരിച്ചു വരുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു, ലോകകപ്പ് ജയിച്ചു, 2 കോപ്പ അമേരിക്ക ജയിച്ചു, ഫൈനലിസം ജയിച്ചു, 8 ബാലൻഡിയോർ നേടി. അതിനപ്പുറം ഇനി എന്താ വേണ്ടത്? അതാണ്. അപ്പൊ നോക്കൂ, അവ കയ്യിൽ ജയേഷ് പൂക്കോട്ടൂർ കുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയുണ്ട്, നെഞ്ചിലാണ്. കയ്യിൽ മാത്രമല്ല, നെഞ്ചിലാണ്, അകത്താണ് മെസ്സി എന്ന് പറയുന്നത്. മെസ്സി അർജന്റീന. മെസ്സിയെ കണ്ടിട്ടല്ല അർജന്റീനയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെങ്കിലും പക്ഷേ പിന്നീട് മെസ്സിയുടെ വരവ് അതിനൊരു കളറാക്കി മാറ്റുകയായിരുന്നു. ഒരു ആകാശ നീല നിറം നമ്മുടെ നെഞ്ചിലങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. ബ്ലഡ് ഒരു പക്ഷേ അങ്ങനെയൊക്കെ പറയാം. അത് ഈ ശരിക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നും ഇത് എന്താണ് ഇതിൽ അതിശയോക്തി പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അർജന്റീന എന്ന് പറയുന്നത് ആ രീതിയിൽ കൃത്യമായി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർജന്റീന എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്. അർജന്റീനയുടെ ഈ ആകാശ നീലയും വെള്ളയും ജേഴ്സിയിൽ താരങ്ങൾ 11 പേർ മൈതാനത്തേക്ക് നടന്നു വന്ന് ആ പന്ത് ആദ്യ വിസിൽ വരുന്നു. ആദ്യത്തെ തട്ട് മുതൽ നമ്മുടെ നെഞ്ചിങ്ങനെ പടപടാ ഇടിച്ചു തുടങ്ങും. കുറച്ച് കാലം മുൻപ് വരെ ബ്ലേഡ് ഉപയോഗിച്ച് ഇപ്പൊ വിനേഷിന്റെ ഇവിടുന്ന് കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പ് ചോരവില്ല വരിക, ചിലപ്പോൾ നീല ചോരയായിരിക്കും വരിക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉയർത്തെഴുന്നേൽക്കുന്നവനാണല്ലോ മിശിഹ എന്ന് പറയുന്നത്. വീടെടുത്തുനിന്ന് ചവിട്ടിപ്പോയ മനുഷ്യരുണ്ട്, ഇതേപോലെ മീമിട്ട മനുഷ്യരുണ്ട്, ട്രോളിയ മനുഷ്യരുണ്ട്. അവിടെ നിന്നെല്ലാം തിരിച്ചു വന്നൊരു മനുഷ്യന്റെ പേരാണ് ലയണൽ മെസ്സി. തിരിച്ചുവരവിനൊരു പേരുണ്ടെങ്കിൽ അത് മെസ്സി എന്നൊരു പേര് കൂടിയാണ്. അതുകൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് മെസ്സിയെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒരു അവസരം കൂടിയാണ്. ഈ അവസരം, ഈ ഉത്തരവാദിത്വം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എങ്ങനെയാണത് സാധ്യമാവുക? അതിനു വേണ്ടുന്ന ഭാരിച്ച ചെലവ്, അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങൾ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തണം. പക്ഷേ ആ ഉത്തരവാദിത്വം കേരള സർക്കാരിനു വേണ്ടി, കേരളത്തിലെ കായിക പ്രേമികൾക്ക് വേണ്ടി റിപ്പോർട്ടർ TV ഏറ്റെടുത്തു. കേരള സർക്കാരുമൊത്ത് മെസ്സിപ്പടയെ കേരളത്തിലെത്തിക്കുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡാണ്. നവംബർ 10-നും 18-നും ഇടയിൽ മെസ്സി എത്തും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മെസ്സി വരും എന്ന് പറഞ്ഞാൽ മെസ്സി വന്നിരിക്കും. കേരളത്തിലെ ഈ ഫുട്ബോൾ പ്രേമികളുടെ ഇടയിൽ കള്ളമില്ല എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, അല്ലേ? കളിക്കാരെ നോക്കിക്കഴിഞ്ഞാലേ അവരിൽ കള്ളമില്ല. കള്ളമില്ല എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലയണൽ മെസ്സി ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫാൻ ഫൈറ്റ് ഒക്കെ ഒരു വശത്ത് നടക്കും. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫാൻ ഫൈറ്റുകൾ ഉണ്ടാകും. ഇപ്പോഴുണ്ടായിരുന്ന ഹാരിസും ഞാനും ഒക്കെ തന്നെയും ഈ ബ്രസീൽ അർജന്റീന പറഞ്ഞ് തർക്കങ്ങളുണ്ടാകും. അതൊരു വശത്ത് നടക്കും. പക്ഷേ ആത്യന്തികമായി നമ്മൾ ഇഷ്ടപ്പെടുന്നത് കാൽപന്തിനെയാണ്, ഫുട്ബോളിനെയാണ്. അതാണ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലയണൽ മെസ്സിയെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറിനെയും ഒക്കെയും ഇഷ്ടമാകുന്നതും അവരുടെ കളികൾ വലിയ ആവേശത്തോടെ കാണുന്നതും. ഇപ്പോൾ ഈ AFC ഗ്രൂപ്പ് ഘട്ടത്തിലുള്ള മത്സരം FC
ഗോവയും അൽ നസറും കളിക്കുന്നു. അതിൽ ഗോവയിൽ ഒരു എവേ മത്സരം ഉണ്ടാവും അൽ നസറിൽ. അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വരും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ വരുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. കാരണം ഒരു 75% മത്സരം മാത്രം കളിച്ചാൽ മതി അവർക്ക്. അൽ നസറുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ അങ്ങനെയാണ് പറയുന്നത്. എവേ മത്സരങ്ങൾ കളിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ എത്തുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്ത്യാനോ വരണം, ഗോവയിൽ വന്ന് കളിക്കണം, അത് പോയി കാണാൻ കഴിയണം, നെയ്മറിനെ കാണാൻ കഴിയണം, അങ്ങനെ ഓരോ താരങ്ങളെയും കാണാൻ കഴിയണം. അതിൽ ഫുട്ബോളിനോടുള്ള ഇഷ്ടത്തിൽ ഈ പറഞ്ഞ ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒന്നും ബാധകമല്ല. ആത്യന്തികമായി ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിനെ ഞാൻ എപ്പോഴും പറയാൻ സംശയമുണ്ട്. ഇപ്പം പൂരം ഇങ്ങനെ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്, ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ അതിനെ എല്ലാം മറികടക്കുന്ന ഒന്നായി തീരത്തില്ലേ മെസ്സി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു? വലിയൊരു ഇവൻ്റാണ്. കാരണം മെസ്സി നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ സച്ചിനെ കുറിച്ച്, സച്ചിൻ ജനിച്ച സമയം, ജനിച്ച വർഷം, സച്ചിൻ്റെ എല്ലാ റെക്കോർഡും അതൊക്കെ നമുക്കറിയാം. അപ്പോൾ നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ നമുക്കൊരു മാതൃക എന്ന് പറയുമ്പോൾ ഒരു ഇപ്പം ലഹരി വിരുദ്ധ ക്യാമ്പയിനും മറ്റൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാതൃകകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മെസ്സിയും സച്ചിൻ തമ്മിൽ ഭയങ്കര സാദൃശ്യമുണ്ട്. കാരണം സച്ചിനും ഇത്രയും വർഷം കാത്തിരുന്നിട്ടാണ് 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2003 ഫൈനൽ പരാജയപ്പെട്ടു. 8 വർഷത്തിന് ശേഷം ലോകകപ്പ് അടിക്കും. അതുപോലെ 2014 പരാജയപ്പെട്ടു. മെസ്സി 2008 വർഷത്തിന് കപ്പടിച്ചു. അപ്പം മെസ്സിയും സച്ചിനും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് മാതൃകകളാണ്. അവരുടെ ജീവിതം മുഴുവനും നമുക്കറിയാം. ജീവിതം ആദ്യം തൊട്ടേ അവരുടെ ലൈഫിലെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, വേറൊരു മോശം പേര് അവരാരും കേൾപ്പിച്ചിട്ടില്ല. കളത്തിന് പുറത്തും കളത്തിനകത്തും ഒരേപോലുള്ള ആൾക്കാർ. സോ ജെന്റിൽമെൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് യാഥാർത്ഥ്യമാകുന്നു. മന്ത്രി തന്നെ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പേജിൽ ആ സന്തോഷ വാർത്ത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അസാധ്യമാണ് എന്ന് നമ്മൾ കരുതിയത് സാധ്യമാവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇനി 80 ദിവസം അല്ലേ, ഇത്രയും എണ്ണിയുള്ള കാത്തിരിപ്പാണ് അല്ലേ. നമ്മൾ ഇങ്ങനെ എണ്ണി ഏതെങ്കിലും ഒരു കായിക താരത്തിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ച് ഇപ്പം മറഡോണയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയല്ലോ, വിരമിച്ചതിന് ശേഷം വരികയാണ്. പക്ഷേ ഇപ്പോൾ ആ വേൾഡ് ചാമ്പ്യനായിട്ട് വരുന്നു, ആ ടീമിനോടൊപ്പം വരുന്നു എന്നുള്ളതാണ്. മെസ്സി ഏതെങ്കിലും വന്നൊരു കട ഉദ്ഘാടനം ചെയ്ത് പോകുന്ന പോലെ അല്ലല്ലോ, മെസ്സി കളിക്കാൻ വരികയാണ് അല്ലേ. കേരളത്തിൽ നമ്മുടെ വഴിയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു. കാരണം ഒരു പക്ഷേ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. വനിതാ ലോകകപ്പിൻ്റെ മത്സരങ്ങൾ ഗ്രീൻഫീൽഡ് നിശ്ചയിച്ചിരുന്നു, അത് നടക്കുമെന്നൊരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു മാസം കൂടി ആ മത്സരത്തിന് വേണ്ടി സ്റ്റേഡിയം പോകുമായിരുന്നു. പക്ഷേ ഇന്നലെ BCCI അല്ല ICC ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബംഗളൂരിലെ മത്സരം മൊത്തം എടുത്ത് നവി മുംബൈയിലേക്ക് മാറ്റി. അത് നമുക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് ഈ പിച്ച് തയ്യാറാക്കാനും സ്റ്റേഡിയം തയ്യാറാക്കാനും ഒക്കെ ഉള്ള ഒരു മാസത്തോളം കാര്യമാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിയെ നീങ്ങുകയാണ്, ഗുണമായിട്ട് തീരുകയാണ്. ആദ്യഘട്ടത്തിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം എല്ലാം വരുന്നു. മാത്രമല്ല ആ സമയം നല്ലതാണ്. നവംബർ മാസം എന്ന് പറയുന്നത് അതൊരു ഫെസ്റ്റിവൽ സമയമാണ്. പിന്നെ ആകെ ഉള്ളതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് മാത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതൊരു പക്ഷേ ഇതിനോട് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആയിരിക്കാനാണ് സാധ്യത. മിക്കവാറും മത്സരം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ നവംബർ 10 മുതൽ 18 വരെയാണ്, അതാണ് സമയം. നമ്മൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു തൊട്ട് മുമ്പ് അമേരിക്കയിൽ മത്സരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഈ സമയം എന്ന് പറയുന്നത് അങ്കോളയിലും ഈ നവംബർ 10 മുതൽ 18 വരെയുള്ള സമയത്ത് അങ്കോളയിൽ ഒരു മത്സരമുണ്ട്. പിന്നീട് കേരളം തന്നെ കൃത്യമായി അതിനകത്ത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി ഇട്ട പോസ്റ്റ് തൊട്ട് മുമ്പ് എനിക്ക് ഒക്ടോബറിലാണെന്ന് തോന്നുന്നു അമേരിക്കയിലുണ്ട്. അവിടെയും എതിരാളികൾ ആരാണ് തീരുമാനമായിട്ടില്ല. അതിനു മുൻപ് 2 സൗഹൃദ മത്സരങ്ങൾ, ഒന്ന് വെനസ്വലയ്ക്കെതിരെ, ഒന്ന് ഇക്വഡോറിനെതിരെ, 2 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ. ആദ്യം വെനിസ്വല, ഇക്വഡോർ, ഈ 2 യോഗ്യതാ മത്സരങ്ങൾ. അത് അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഒരു മത്സരം 3, അത് കഴിഞ്ഞാൽ അങ്കോളയിൽ നടക്കുന്ന ഒരു മത്സരം 4, 5ാമത്തെ മത്സരം നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലാണ്. അങ്കോളയ്ക്ക് മുമ്പേ ചിലപ്പോൾ കേരളത്തിലെത്താം, ചിലപ്പോൾ എത്താം. 18 വരെയുള്ള പീരീഡിൽ അല്ലേ. അപ്പം അതായത് 5ാമത്തെ വേൾഡ് ചാമ്പ്യന്മാരെ കളിക്കാൻ പോകുന്ന ഒരു പക്ഷേ 5ാമത്തെ മത്സരം കേരളത്തിലുള്ള മത്സരമായിരിക്കും. ചിലപ്പോൾ അത് 4ാമത്തേതുമാകാം, ഒരു പക്ഷേ അങ്കോളയുടെ പിന്നിലാവാം. അടുത്ത ലോക ചാമ്പ്യന്മാർ ആരാണ് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഫുട്ബോൾ അപ്രവചനീയമായ ഒരു കളിയാണ്. ലയണൽ മെസ്സിയും സംഘവും ഒരിക്കൽ കൂടി കിരീടം ഉയർത്തുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ടീം സ്കലോണിയും പിള്ളേരും എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് പോകുന്നവരാണ്. ഇനിയിപ്പോൾ മെസ്സി ഇല്ലാത്ത ടീം ഇറങ്ങിയാൽ പോലും കപ്പടിക്കാൻ പാകത്തിനുള്ള ഒരു സംഘത്തെ വാർത്തെടുത്ത് പിന്നാലെ വെച്ചിട്ടുണ്ട്. മെസ്സിക്ക് പിന്നാലെ ഇറങ്ങുന്നവർ ഓരോരുത്തരെ എടുത്തു നോക്കിയാലും മുന്നേറ്റത്തിൽ അൽവാരസ് ഉണ്ട്, ലൗതാരോ ഉണ്ട്, ഡിബാലയുണ്ട്. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, മക്കലിസ്റ്റർ ഉണ്ട്. പ്രതിരോധത്തിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, കുട്ടി റൊമേറോ ഉണ്ട്. ഗോൾമുഖം കാക്കുന്നത് എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്. പിന്നെ റൈറ്റ് വിംഗ് ബാക്കായി ഫോയ്ത്ത് ഉണ്ട്, താഗ്ലിയാഫിക്കോ ഉണ്ട് ലെഫ്റ്റ് വിംഗ് ബാക്കായി. അങ്ങനെ ഓരോ പൊസിഷനിലും ഒന്നിലധികം ലോകോത്തര താരങ്ങൾ നിരന്ന് നിൽക്കുന്ന ഒരു സംഘമാണ്. അവരിനി അടുത്ത ലോകകപ്പ് എടുക്കുമോ എന്നറിയില്ല. പക്ഷേ ലോക ചാമ്പ്യന്മാരായി എത്തുന്ന ഒരു സംഘം ആദ്യമായാണ് കേട്ടോ ഇന്ത്യയിൽ എത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മെസ്സിയാണ് അർജന്റീന നയിക്കുന്നതെങ്കിൽ ഞങ്ങളെ നയിക്കുന്നത്
കാത്തിരിക്കുന്ന ഒരു മെസ്സിഹയുണ്ട്. അത് ഞങ്ങളുടെ സോമേഷ് പെരുവള്ളൂരാണ്. സോമേഷ് എത്തിയിട്ടുണ്ട്. സോമേഷ്, വെരി ഗുഡ് മോർണിംഗ്. വാമോസ് അർജന്റീന. അങ്ങനെ സോമേഷും കൂടി എത്തുകയാണ്. ഇന്നലെ രാത്രിയിൽ ഏകദേശം 12-12:30 വരെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എവിടെ ആ കാത്തിരിപ്പിന് വിരാമമായി. വാമോസ് അർജന്റീന. അത് പറയാതിരിക്കില്ല, അത് ശബ്ദം ഇച്ചിരി കൂടുന്നേ ഉള്ളൂ. ഈ സോമേഷ് ഏത് ടീമായിരുന്നു? അർജന്റീന. എന്താ സംശയം? ഇവിടെ നേരത്തെ സംശയമുണ്ട്. ഹാരിസ് ബ്രസീലാണല്ലോ. അപ്പം പറയായിരുന്നു ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്പെട്ട ടീമിനെ കുറിച്ച് പരിചയപ്പെടുത്തായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ സ്പെയിൻ ആയിരുന്നു വന്ന്, പക്ഷേ നിർഭാഗ്യവശാൽ അത് പോയല്ലോ. അടിപൊളി അടിപൊളി. പാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന ടീം കണ്ടോ, പാസ് അങ്ങോട്ടും കളി എന്ന് പറഞ്ഞാൽ എന്താ, ടിക്കിറ്റാക്ക എന്ന് പറയുന്നത് തന്നെയല്ലേ കളി എന്ന്. അതാ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. പിന്നെ സാമ്പാദ്രത്ത ചുവടുകളൊന്നും നമുക്കില്ലായിരിക്കും, പക്ഷേ ചെറിയ കുറിയ പാസുകളിലൂടെ നമ്മളത് സാധിക്കും. 10-ലൊക്കെ നമ്മൾ പ്രബലന്മാരായിരുന്നു. ഇപ്പൊ ഇച്ചിരി പ്രതാപം പോയിട്ടുണ്ട്. പക്ഷേ ഇല്ല ഇത്തവണ അർജന്റീനയ്ക്കൊപ്പം സാധ്യതയുള്ള ഒരു ടീം സ്പെയിനാണ്. ഇത്തവണ 2026 ലോകകപ്പ് പഠിക്കാൻ. ഓക്കെ, അപ്പം വരാൻ പോവാണ്. ഇനി എണ്ണിയുള്ള ദിവസങ്ങളാണ് സോമേഷേ. ഡെസ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സമയമില്ല. 3.5 മാസമേ ഉള്ളൂ അർജന്റീനയെ നമുക്ക് കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ. അത് പ്രേക്ഷകർക്കറിയാവുന്ന നമ്മൾ ഈ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് കാരണം ഒരു ടെൻഷൻ അടിക്കുമല്ലോ. അതേപോലെയാണ് സോമേഷിന്റെ ഒരു മനസ്സിപ്പോൾ. ഈ 80 ദിവസത്തിനിടയിൽ എന്തെല്ലാം ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസം കഴിഞ്ഞ വേൾഡ് കപ്പ് ജയിച്ച ദിവസമാണ്. വേറെ സ്ഥാപനത്തിലായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഓണയർ ആണെന്ന് ഓർമ്മയില്ലാതെ കരയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ആയിരുന്നു. അത്രയും സന്തോഷമായിരുന്നു. അത് ലയണൽ മെസ്സി ലോകകപ്പ് അടിച്ചുകൊണ്ട്. അത് ഞാൻ മാത്രമല്ലായിരുന്നു, കേരളത്തിലുള്ള ഒരുപാട് ഇപ്പോൾ എല്ലാവരും, അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ആയാലും ബ്രസീൽ ഫാൻസ് എല്ലാവർക്കും ലയണൽ മെസ്സി ഒരു കപ്പ് എടുക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് അന്ന് അത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ട്. അതിനേക്കാൾ സന്തോഷമായിരിക്കും ലയണൽ മെസ്സി നേരിട്ട് കാണുക എന്നുള്ളത്. നേരിട്ട് കാണുക എന്നുള്ളതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഉണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. അതെ അതെ, ശരിയാ, സത്യമാണ്. കാര്യം ഒരുപാട് പ്രേക്ഷകർ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇപ്പം 55,000 38,000 ഉണ്ട് കപ്പാസിറ്റി ഉള്ളൂ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ, ഒരു നല്ല വിഭാഗം ജനങ്ങൾ നമുക്ക് പോകും. ഇനി അങ്ങോട്ട് എണ്ണിപ്പറക്കി 80 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കല്യാണ വീട്ടിൽ നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി ഇപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോകുന്നത് സംസ്ഥാനത്തുടനീളം. അത് സെക്യൂരിറ്റി, ഹോസ്പിറ്റാലിറ്റി, ഫാൻ ഷോ, ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. കേരളം മൊത്തം എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ കളി നടക്കുന്നത് തന്നെ കൊല്ലൂരും പൊട്ടിത്തെറിക്കും. പിന്നെ അപ്പോൾ ഇത് എത്ര ഹൈ വോൾട്ടേജ് ആയിരിക്കും എന്ന് ഊഹിച്ചു നോക്കിക്കൂടെ അല്ലേ? കേരളത്തിൽ ആർക്കെങ്കിലും മെസ്സി നമ്മുടെ നാട്ടിൽ വന്നിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ? അതൊരു വലിയ ചോദ്യമല്ലേ. മെസ്സി ഇരിക്കുന്ന ദിവസം നമ്മൾ, എനിക്ക് തോന്നുന്നു, ഒരു സിനിമ റിലീസ് ആവുന്നത് പോലെ ഒന്നും നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല. ഇത് വേറൊരു എക്സ്ട്രീമാണ്. എന്ത് പറഞ്ഞാലും ഈ ലയണൽ മെസ്സി വരിക, ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘം എത്തുക എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് എന്നൊക്കെ പറയുന്ന പോലെ. കാരണം നമ്മൾ ആലോചിച്ചിട്ടില്ലായിരുന്നു, എന്നെ പോലെയുള്ള ഒരാളും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ അത് സത്യമായി വരുന്നു എന്നൊക്കെ പറയുന്നത് നേരിട്ട് കാണാൻ പോകുന്ന പറയും. ഏതായാലും പോകാൻ പറ്റുമല്ലോ, ഞാൻ ഇവിടെ ആയിരിക്കില്ല. ഇല്ലില്ല, നമ്മുടെ ടീം അവിടെ ഉണ്ടാവും, അതിന് യാതൊരു സംശയമില്ല. അതായത് പ്രത്യേകിച്ച് നമ്മുടെ സോമേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങോട്ട് പുറപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. അതാത് നിമിഷങ്ങളിൽ അപ്ഡേറ്റുകൾ വരും. മാത്രമല്ല സോമേഷിന് കുറേ പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ സ്കൂൾ കോളേജ് മുതൽ താഴെത്തട്ട് മുതൽ ഈ ഫുട്ബോൾ സാക്ഷരത കൊണ്ടുവരിക എന്ന് പറയുന്നൊരു വലിയ എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികൾ, മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ചില പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തില്ലേ? അതല്ല, അങ്ങനെ കുറേ പരിപാടികൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ. ഈ ഒരു മത്സരത്തോടു കൂടി നമ്മൾ അത് അവസാനിപ്പിക്കുന്നില്ല, ഇതൊരു തുടക്കം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിനെ നമുക്ക് റിപ്പോർട്ടർ TV കാണുന്നത് ഇതിനെ രണ്ടാക്കി തരംതിരിക്കുക. ഇത് മെസ്സി വന്നതിന് മുമ്പും മെസ്സി വന്നതിന് ശേഷം കേരളത്തിന്റെ സ്പോർട്സ് കൾച്ചർ എന്ന് പറയിപ്പിക്കും നമ്മൾ. മുമ്പ് ശേഷവും വലിയ മാറ്റം ഉണ്ടാക്കും. ഞങ്ങൾ പറയായിരുന്നു, അതായത് ഈ കളിക്കളത്തിൽ ഏറ്റവും ജെന്റിലായി ഇതേപോലെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല കേട്ടോ. അതായത് മറ്റുള്ള താരങ്ങളെല്ലാം പല പ്രലോഭനങ്ങൾക്ക് പിന്നാലെ പോകുമ്പോഴും മെസ്സിക്ക് ഒരേ ഒരു പ്രലോഭനമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഫുട്ബോൾ മാത്രമായിരുന്നു. ഒരു നെഗറ്റീവായിട്ടുള്ള ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കളിക്കാരനാണ് അല്ലേ മെസ്സി. അപ്പോൾ അതൊരു മാതൃകയല്ലേ. ഇപ്പം നിങ്ങൾക്ക് ആരാണ് മാതൃക എന്ന് ചോദിച്ചാൽ, ആദ്യം ഉയരക്കുറവിൻ്റെ പേരിൽ, പിന്നീട് വളർച്ചാ ഹോർമോൺ കുറവിൻ്റെ പേരിൽ ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിടത്തു നിന്നാണ് തിരിച്ചു വന്നത്. കോപ്പ അമേരിക്കയിലെ തോൽവിക്ക് ശേഷം തിരിച്ചു വന്ന ഒരു വരവുണ്ടല്ലോ അല്ലേ. ഒരു തോൽവിയല്ല, രണ്ട് തോൽവി തുടർച്ചയായി. സെന്റിനാരിയോയിലും തോറ്റു, ആദ്യത്തേതിലും തോറ്റു. തുടർച്ചയായി 2 തോൽവിയുണ്ട്. അന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഞാൻ. അപ്പം റെഡ് കാർഡ്സ് കരിയറിലാകെ 3 റെഡ് കാർഡ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് കളിയിലാണ്, ആദ്യം കിട്ടിയത് ഫസ്റ്റ് കളിയിലാണ്. പിന്നെ കിട്ടുന്നത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അത്രയും ഈ 20 വർഷത്തോളം എത്തുന്ന മെസ്സിയുടെ കരിയറിൽ വെറും 3 റെഡ് കാർഡ്സ് മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മെസ്സിക്കെതിരെ എത്രത്തോളം ഫൗളുകൾ ഉണ്ടായിരുന്നു. മെസ്സിക്കെതിരെ ഒരുപാട് ഫൗൾ, ഒരു മാച്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെടുന്നു നെയ്മർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെടുന്ന മെസ്സിയാണ്. പക്ഷേ മെസ്സി യാതൊരു തരത്തിലും മെസ്സി അത് പ്രൊവോക്ഡ് ആവാറില്ല. എനിക്കെങ്കിലും കണ്ടത് ആ ഹോളണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു, കഴിഞ്ഞ ലോകകപ്പിൽ ഹോളണ്ടിനെതിരെ വാൻഗലിന്റെ. അപ്പോൾ എനിക്കൊന്നു സോമേഷേ, ഈ അത് പുതിയ കുട്ടികൾക്കൊരു മാതൃകയാണ്. മെസ്സി എന്ന് പറയുന്ന ജീവിതത്തിൽ ഇത്രയും വലിയ കരിയറിൽ ആകെ 3 തവണ റെഡ്
കാർഡ് കണ്ടിട്ടുള്ള, ഒരു തരത്തിലും ഹേറ്റേഴ്സ് ഇല്ലാത്ത, ഒരു തരത്തിലും നെഗറ്റീവ് വാർത്തകളിൽ വന്നിട്ടില്ലാത്ത മെസ്സി. അത് കുട്ടികൾ നമ്മൾ രക്ഷിതാക്കൾക്ക് ഉറപ്പായിട്ട് പറയാം, നിങ്ങളിത് ഒന്നുകിൽ മെസ്സിയെ കാണാൻ കുട്ടികളെ അയക്കണം എന്ന് നമുക്ക് പറയാം, അല്ലേ? ഉറപ്പായിട്ടും അല്ലേ? മെസ്സിയെ കണ്ടു പഠിക്കണം എന്ന് പറയാം. മെസ്സിയെ കണ്ടു പഠിക്കണം. അങ്ങനെ പറയാൻ പറ്റുന്ന കുറച്ച് താരങ്ങളേ ഉള്ളൂ. ഇപ്പം അങ്ങനെയുള്ള താരങ്ങളിൽ ഒന്നാണ് നമ്മുടെ മെസ്സി എന്നുള്ളതാണ്. സോമേഷേ, ഈ മെസ്സി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കായിരിക്കും കേരളത്തിൽ, അതോ നെയ്മർക്കായിരിക്കും, അതോ എംബാപ്പയ്ക്കായിരിക്കും? മെസ്സി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കായിരിക്കും. അല്ലേ? അപ്പൊ നേരത്തെ ഒരു പ്രശ്നം പറയുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഗോവയിൽ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ കേട്ടു. വരുമോ? സാധ്യത കുറവാണ്. കളിക്കേണ്ട 25% മത്സരങ്ങൾ കളിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആ കോൺട്രാക്റ്റിൽ ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് കളിക്കുക, ഗോവയിൽ വന്ന് കളിക്കുക, ആ ഒരു മത്സരത്തിനായി അത്ര ഗംഭീര ഒരു സ്റ്റേഡിയം ഒന്നും ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയില്ല. നമുക്കിപ്പോൾ ഏതായാലും അർജന്റീന വരുമ്പോൾ ആ രീതിയിലുള്ള ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കണം. പക്ഷേ FC ഗോവ, അൽ നസർ വരുമ്പോൾ ആ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല. അതൊരു കോമ്പറ്റീറ്റീവ് മത്സരമാണല്ലോ. അതെ അതെ. മാത്രമല്ല എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ സോമേഷ്, ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ലോകത്ത് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന താരം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മെസ്സി ആയിരിക്കില്ലേ? മെസ്സി ആയിരിക്കും അല്ലേ? നെയ്മറെ ഫൗൾ ചെയ്തിട്ടുണ്ടോ? പക്ഷേ അതായത് ഏത് കളിക്കാർ, ഏത് ടീമും ആദ്യം മെസ്സിയുടെ മൂവ്മെന്റിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതായിരിക്കില്ലേ ആദ്യത്തെ സ്ട്രാറ്റജി. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നു ഹൊസെ മൗറിഞ്ഞിന്റെ, മുൻ റയൽ മാഡ്രിഡ് ഒപ്പം പോർച്ചുഗൽ ഒക്കെ കോച്ചായിരുന്നു. ഹൊസെ മൗറിഞ്ഞ് പറഞ്ഞത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത കളിക്കാരൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ലയണൽ മെസ്സി എന്ന ഉത്തരം പറഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്ന് പുറത്തിറങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ടീമിൽ കളിക്കാത്തൊരു പ്ലെയർ എങ്ങനെയാണ്? മെസ്സിക്കെതിരെ കളിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. മെസ്സിക്കെതിരെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലെയർ ലയണൽ മെസ്സിയാണ്. അതെ, നിങ്ങൾ എതിർ ടീമിൽ കളിക്കുമ്പോൾ പോലും നിങ്ങളുടെ കളിയെ മെച്ചപ്പെടുത്തുന്ന ഒരു താരം എന്നുള്ളത് അത് ഒരുപക്ഷെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ. സച്ചിനെ കുറിച്ച് പറയാറുണ്ട്, ഷെയ്ൻ വോണിനെ വളർത്തിയെടുത്തത് സച്ചിനാന്ന് പറയാറുണ്ട്. ഷെയ്ൻ വോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം സച്ചിനെ എറിയാൻ വേണ്ടിയിട്ടാണ് ഷെയ്ൻ വോൺ പലപ്പോഴും ഷെയ്ൻ വോൺ ഒരിക്കലും സാധിക്കാത്തതും സച്ചിനെ കീഴടക്കുക എന്നുള്ളതാണ്. കാര്യം ഷെയ്ൻ വോണിന്റെ എല്ലാ മിക്കവാറും പന്തുകളും ഗാലറിയിൽ എത്തിച്ചിട്ടുണ്ട് സച്ചിൻ എന്നുള്ളത്. ഷെയ്ൻ വോണിന്റെ കാര്യത്തിൽ പറയണം, ഷെയ്ൻ വോൺ പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ദുസ്വപ്നം സച്ചിൻ എന്നായിരുന്നു. അന്ന് അക്കാലത്ത് 98 സീരീസിന് ശേഷം ഒരു കാർട്ടൂൺ പ്രചരിച്ചിരുന്നു. അതെന്താണെന്നറിയാമോ? ചെന്നൈയിൽ നിന്നും ഷെയ്ൻ വോണിനെ അടിച്ച് ഓസ്ട്രേലിയയിലേക്ക് ഇടുന്നതായിട്ടൊരു കാർട്ടൂൺ പ്രചരിച്ചു. അത് ഷെയർ ചെയ്തുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഏറ്റവും വലിയ ദുസ്വപ്നം. അങ്ങനെയാണ് എതിരാളികളുടെ നിന്ന് പഠിക്കുക, എതിരാളികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് സ്വയം നന്നായ മനുഷ്യർ ഒരുപാട് പേരുണ്ടാവും. അപ്പം കേരളത്തിൽ നിങ്ങൾ റൊണാൾഡോയുടെ ഫാനാണെങ്കിലും മെസ്സിയുടെ ഫാനാണെങ്കിലും നിങ്ങൾ നെയ്മറുടെ ഫാനാണെങ്കിലും എംബാപ്പയുടെ ഫാനാണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മെസ്സി ഈസ് മെസ്സി. യഥാർത്ഥത്തിൽ ബ്യൂണസ് അയേഴ്സും റൊസാരിയോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. രാവിലെ ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കെന്ന് നോക്കിയത് വാർത്ത വന്നത് രാവിലെ നമ്മൾ 6 മണിക്കാ, 7 മണി 7:30 ആയപ്പോഴേക്കും ഫ്ലെക്സ് റെഡി. മലബാറിന് നമ്മൾ ലാറ്റിൻ അമേരിക്ക കണ്ടല്ലേ, അതിനമ്മളപ്പിന് അതിലൊരു അർജന്റീനയോ ബ്രസീലോ ആയിട്ട് കാണാമെന്നാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എന്തൊരു ആവേശമാണല്ലേ. മാത്രമല്ല നമ്മളെ പുഴയിലെ കട്ടൗട്ട് വയ്ക്കാൻ വേണ്ടി മത്സരിച്ച ഒരുപക്ഷെ ലോകത്ത് ഏക സ്ഥലം എന്ന് പറയുന്നത് കേരളമായിരിക്കും. അത് പുഴയിൽ കൊണ്ടൊരു കട്ടൗട്ട്, അത് പുള്ളാവൂർ പുഴയിൽ ആ 3 പേരുടെയും കട്ടൗട്ട് എടുത്ത് വെച്ചത് ഒരു പക്ഷേ ചരിത്രത്തിൽ എനിക്കൊന്ന് ഫിഫയുടെ സൈറ്റിലെത്തി. ഒടുവിൽ ആ ചിത്രം ഫിഫയുടെ സൈറ്റിലെത്തി. അർജന്റീനക്കാരോട് എപ്പോഴും ഒരു ഇഷ്ടം മലയാളികൾക്കുണ്ട്. അത് ശ്രദ്ധിച്ചില്ലേ? മറഡോണ തൊട്ട് ബാറ്റിസ്റ്റൂട്ട, റിക്കൽമി, ക്രെസ്പോ, എല്ലാവരും ആ ഒരു ഇഷ്ടം ഇങ്ങനെ തന്നെ പാസ് ചെയ്ത് മെസ്സിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മെസ്സി മാത്രമല്ല, മൊത്തം അർജന്റീന ടീമും ഇവിടെ വരുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മെസ്സി കേരളത്തിൽ പലരും ചോദിക്കുന്നുണ്ട്, മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് എന്തോ പ്രയോജനം എന്നാണ് ആൾക്കാർ ആദ്യം ചോദിച്ചത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് സർക്കാരിൻ്റെ ഫണ്ടിലല്ല മെസ്സി വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ പൈസ കൊണ്ട് സ്റ്റേഡിയം നിർമ്മിച്ചുകൂടെ, ആളുകളെ കൂടുതൽ മെച്ചപ്പെട്ട കളിക്കാരാക്കി മാറ്റിക്കൂടെ എന്നൊക്കെയാണ് ചോദ്യം. സോമേഷേ, അല്ല, അതിനൊരു കഥ പറയാം. അത് ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട, ലയണൽ മെസ്സി കഴിഞ്ഞാൽ അർജന്റീനയുടെ മറഡോണ കഴിഞ്ഞാൽ മറഡോണ കഴിഞ്ഞാൽ എക്കാലത്തെയും മികച്ച താരം എന്ന് പറയേണ്ടി വരും. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയാണ് മെസ്സി കഴിഞ്ഞാൽ ടോപ്പ് സ്കോററുണ്ട്. ആ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് ഫുട്ബോൾ ഇഷ്ടമേ അല്ലായിരുന്നു. മറ്റ് ലാറ്റിൻ അമേരിക്കക്കാരോ അർജന്റീനക്കാരെ പോലെയല്ല, ഫുട്ബോൾ ഇഷ്ടമേ അല്ലായിരുന്നു. അയാളൊരു കുതിര സവാരി ഒക്കെ ഇഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം. മുത്തശ്ശിയുടെയും ഒപ്പം തന്നെ പെങ്ങന്മാരും കൂടി നടക്കാനായിരുന്നു ഇഷ്ടം. ഫുട്ബോൾ കളിക്കാൻ പോകാറേ ഇല്ല. അങ്ങനെയൊക്കെയായിരുന്നു. 78 ലോകകപ്പാണ് അയാളെ മാറ്റിയത്. 78 ലോകകപ്പ് വന്നപ്പോൾ മൊത്തം ആ ലോകകപ്പ് ജയിച്ചപ്പോൾ ആ രാജ്യത്ത് മൊത്തം ഒരാരവമായി, ഫുട്ബോൾ ആരവം. ആ ഫുട്ബോൾ ആരവം ഉണ്ടാവുകയും അതിൽപ്പെട്ട് എന്ന ഫുട്ബോൾ കളിച്ചു നോക്കാം എന്ന് കരുതി ഫുട്ബോൾ കളി തുടങ്ങുകയും ചെയ്ത ഒരാളാണ് ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട. പിന്നീട് ബാറ്റി ഗോൾ എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ഇപ്പോഴും കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള ഒരാളായി മാറി. അതായത് ഒരു ചെറിയ വേൾഡ് കപ്പിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. കേരളത്തിൽ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേരളത്തിൽ. ഇത് വലിയ തരത്തിൽ സ്പോർട്സിന്റെ വളർച്ചയ്ക്ക് കാരണമാകും. അത് കഴിഞ്ഞാൽ അറിയാം. മാത്രമല്ല മിനീഷ്, ഷഫീഖ്, അനു, ഈ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് സ്റ്റേഡിയം ചിലപ്പോൾ കിട്ടും, പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പോൺസറെ കിട്ടും.
പക്ഷെ പൈസ കൊടുത്താൻ പറ്റാത്തതായിട്ട് കിട്ടുന്ന ഒരു സാധനമുണ്ടല്ലോ, പാഷൻ. ഇതാണ് ഇപ്പോൾ പറഞ്ഞ സാധനം. ഇപ്പം ബാറ്റിസ്റ്റൂട്ടേക്ക് അങ്ങനൊരു താല്പര്യം ജനിക്കുന്നത് അങ്ങനെ ഒരു തരംഗം ഉണ്ടാകുമ്പോഴാണ്. ഇത് കേരളം ഇനി വരുന്നൊരു 80 ദിവസങ്ങളിൽ ഒരു 50-60 ദിവസങ്ങൾ മെസ്സി തരംഗമാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാര്യം ഇനി അതാർക്കും അവഗണിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണല്ലോ മെസ്സിയുടെ തരംഗം വരിക. അപ്പോൾ ആ ഒരു പറച്ചിലും സംസാരവും ഒക്കെ ഗ്രാമങ്ങളിലുണ്ടാകുമ്പോൾ കുട്ടികൾ അത് അറിയുകയാണ്, കൂടുതൽ കളി പഠിക്കാൻ പോവുകയാണ് അല്ലേ. ആ പാഷനുള്ള ഒരു തുടക്കമായിരിക്കും അത്. നമ്മൾ മുമ്പൊരിക്കൽ 1983 ഇന്ത്യക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലഭിച്ചത് കപിൽ ദേവ് ക്യാപ്റ്റനായിട്ടുള്ളത്. അപ്പോൾ കപിൽ ദേവ് അതിനുശേഷം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ക്രിക്കറ്റ് അത്രയും വേരോടുന്നതിന് കാരണം ഈ 83 വേൾഡ് കപ്പ് വിജയമാണ്. കാരണം 83 എന്ന് പറയുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്, വെസ്റ്റ് ഇൻഡീസ് കപ്പടിക്കുമെന്ന് വിചാരിക്കുന്ന സമയമാണ്. കപിൽ ദേവും സംഘവും ചെന്നിട്ട് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ, കപിലിന്റെ ചെകുത്താന്മാർ. അപ്പോൾ ഇന്ത്യക്ക് ക്രിക്കറ്റ് ഒരു വലിയ പ്രചാരത്തിലെത്തിയത് സച്ചിന്റെ ആ ഒരു വരവും കൊണ്ടായിരിക്കും. പക്ഷേ ക്രിക്കറ്റ് എന്താണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കുട്ടികളൊക്കെ അവരുടെ രക്ഷിതാക്കൾ മക്കളെ നിങ്ങൾ കളിക്കുകയും ചെയ്തോ എന്നുള്ള രൂപത്തിലേക്ക് അവരെ അനുവദിച്ച ഒരു സമയം എന്ന് പറയുമ്പോൾ അനുവദിക്കാൻ പ്രേരിപ്പിച്ചത് ഈ 83 വേൾഡ് കപ്പാണ്. അതുപോലെ മെസ്സി വരുമ്പം, മെസ്സി ഇവിടെ വരികയാണ്, ഇന്ത്യയിൽ കേരളത്തിൽ വരികയാണ്. അപ്പോൾ അത് ഫുട്ബോളിന് ഇപ്പോൾ ഓൾറെഡി ഫുട്ബോളിന് ഒരു വേരോട്ടം ഉണ്ട്, ISL ഒക്കെ വന്നതിന് ശേഷം ഒരു വേരോട്ടം ഉണ്ട്. പക്ഷേ അതിന് 10 മടങ്ങ് വലുതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മെസ്സി വരുന്നതോടുകൂടി. മറ്റൊരു ആംഗിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ കമൻറ്റുകൾ വായിക്കുകയായിരുന്നു. അപ്പോൾ ചിലർ എന്താണ് കേരളത്തിന് നേട്ടം ഇതുകൊണ്ട്, 10 സ്റ്റേഡിയം ഉണ്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ 10 പേരുടെ പട്ടിണി മാറ്റിക്കൂടെ എന്നുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അത് നെഗറ്റീവായി ഒരു പ്രചാരണമാണെന്ന് കരുതാം. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിനപ്പുറത്തൊക്കെയുള്ള വലിയൊരു സാധ്യതയാണ് തുറന്നിടുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. മെസ്സിയും അർജന്റീനയും വരുമ്പോൾ എന്താ സംഭവിക്കുക? ശരിക്കും മെസ്സി എവിടെ കളിക്കുന്നു എന്ന് നോക്കിയിരിക്കുന്ന ഒരു വലിയ സമൂഹം ലോകത്തിലുണ്ട്. മെസ്സിയുടെ കളികൾ എവിടെ, അല്ലെങ്കിൽ അർജന്റീനയുടെ കളികൾ എവിടെ എന്ന് നോക്കുക, അത് നമ്മൾ നോക്കുന്നുണ്ടല്ലോ. ഒരു ഫ്രണ്ട്ലി മാച്ചായാലും ഒരു വെറും മാച്ചായാലും പോലും നമ്മൾ ആ മെസ്സിയെ കാണാൻ, സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും കേരളം എന്തെന്നറിയാത്ത ഒരു വലിയ സമൂഹം പുറത്തുണ്ട്. അവരെ സംബന്ധിച്ച് എന്താണ് കേരളം, ഇങ്ങനെ ഒരു നാട്, കേരളം ഒരു ലോകത്തുണ്ട്, അവിടെ ഇങ്ങനെ ഒരു വലിയ ഫുട്ബോൾ ജനതയുണ്ട്, ഫുട്ബോൾ പാഷനായിട്ടുള്ളൊരു ജനതയുണ്ട് എന്നറിയുക വഴി കേരളം എന്താണെന്ന് അറിയാൻ പോവുകയാണ്. കേരളത്തിൻ്റെ സാധ്യതകൾ, ടൂറിസം സാധ്യതകൾ, കേരളത്തിലെ ജനത, കേരളത്തിലെ ഭക്ഷണം, മറ്റ് രീതികൾ, സാഹചര്യങ്ങൾ ഒക്കെ ഇനി ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ഒരു മത്സരത്തോട് കൂടി തന്നെ. അതാണ് ഈ കേരളത്തിന് എന്താണ് വരുത്താൻ പോകുന്ന ഈ മത്സരം മാറ്റിമറിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആ പോയിന്റ്. അവിടെയാണ് നമ്മൾ ഏറ്റവും, അതായത് എങ്ങനെ കേരളത്തെ ലോകത്തിന് മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നതിന്റെ ഒരു അവസരം കൂടിയായിട്ടാണ് അത് മാറാൻ പോകുന്നത്. ലയണൽ മെസ്സി ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വരുന്ന പരിപാടിയല്ല ഇത്. ഇത് അർജന്റീന എന്ന ടീം മറ്റൊരു ഫിഫ റാങ്കിംഗ് ഉള്ള ടീമുമായിട്ട് കളിക്കാൻ വരുന്ന ഒരു മത്സരത്തിനുള്ള ഒരു സമയമാണിത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ലയണൽ മെസ്സി ഇന്ത്യയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, കൽക്കട്ടയിൽ അല്ലേ, 2010 വന്നത്, കൽക്കട്ടയിൽ 2011 വന്നത്. എന്നാൽ ടീം ഇതാദ്യമായി വരുന്നു. ഒരു ലോകകപ്പ് ജയിച്ച ഒരു ടീം ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത് അല്ലേ. ആ ടീം അപ്പാടെ വരികയാണ്, അത് ഫിഫ റാങ്കിംഗ് ഉള്ള മറ്റൊരു ടീമുമായിട്ട് കളിക്കാൻ വരികയാണ്. അതാണ് നമ്മുടെ ഒരു അവസ്ഥയല്ലേ. അർജന്റീനയ്ക്ക് കളിക്കാൻ ഒരു ടീമിനെ നമുക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ദുര്യോഗമുണ്ട്. ആ അവസ്ഥ അതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. അതിനൊക്കെ ഒരു മാറ്റം. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് അതിനെക്കുറിച്ച് തന്നെയാണല്ലോ, ഇത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച്. അതിന് കേരളം ഒരു നന്ദി കുറിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം അർജന്റീനയെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രത്യേക തത്സമയ നമ്മളുടെ ഈ പരിപാടി നമുക്ക് വാമോസ് പാടി അവസാനിപ്പിച്ചാലോ? ഉറപ്പായിട്ടും. പിന്നെ അർജന്റീന ആരാധകർ എന്നുള്ള നിലയിൽ അത് പാടിയില്ലേ, പിന്നെ പാടിയില്ലെങ്കിൽ പിന്നെ എന്താണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും പാടിക്കുള്ളൂ. ഇനി വരാൻ പോകുന്ന ഓണക്കാലമാണ്, ഓണത്തിൻ്റെ പാട്ടുണ്ടാവും, വഞ്ചിപ്പാട്ടുണ്ടാവും, ഇതൊക്കെ ഇനി അങ്ങോട്ട് നെഹ്റു ട്രോഫിയൊക്കെ വരാൻ പോകുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നവംബറിൽ നടക്കാൻ പോകുന്ന മെസ്സിയുടെ ടീമിൻ്റെ, അർജന്റീനയുടെ മാച്ചിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇനി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അലയിടിക്കാൻ പോകുന്ന പാട്ടും അത് തന്നെ ആവട്ടെ. അപ്പോൾ നമുക്ക് റെഡിയാവാം, തുടങ്ങാം. റെഡി? ഓക്കെ, റെഡി. Vamos, vamos, Argentina, vamos, vamos, Argentina, vamos, vamos, Argentina, vamos, Argentina.